നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഒരു നിയമവ്യവഹാരമായിരുന്നു. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ പഴയ ഒരു ഭൂവുടമയും അദ്ദേഹത്തിൻ്റെ 2 കുടികിടപ്പുകാരും തമ്മിൽ ഉണ്ടായത്. അത് ലാൻഡ് ട്രൈബ്യൂണലിലാണ് തുടങ്ങിയത്. പിന്നീട് സിവിൽ കോടതിയിൽ ഉയരം കടക്കം പറ്റി. പിന്നെ മുൻസിഫ് കോടതിയിൽ, പിന്നെ ജില്ലാ കോടതിയിൽ, അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ, പിന്നെ തിരിച്ച് മുൻസിഫ് കോടതിയിൽ, പിന്നെ സബ് കോടതിയിൽ, പിന്നെ ഹൈക്കോടതിയിൽ, ഒടുവിൽ സുപ്രീം കോടതിയിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ വിധി നടത്ത് ഹർജി. അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് തഹസീൽദാർ ചെണ്ടയും കൊണ്ടുവരും, ആളുകൾ ലഹളയുണ്ടാക്കും, തഹസീൽദാരും ആമീനും തിരിച്ചു പോകും. ഇങ്ങനെ ഒരു കലാപരിപാടിയായിട്ട് തട്ടുമുട്ടുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2022 ഈ സ്ഥലം ഒഴിപ്പിച്ചേ തീരൂ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം വരുന്നത്. അതിനുശേഷം തന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഏതാണ്ട് 14-15 തവണ ഈ മലയിടം തുരുത്തിൽ വന്നു വിധി നടപ്പാക്കാൻ ശ്രമിച്ചു. ഇത് സുപ്രീം കോടതി വരെ കേസ് നടത്തി തോറ്റുപോയത് ഈ പട്ടിക സമുദായക്കാരായ കുടിയന്മാരാണ്, അല്ലെങ്കിൽ കുടിയെടുപ്പുകാരാണ്. ആ കേസ് മിക്കവാറും എല്ലാ തവണയും ജയിച്ചത് ഭൂവുടമയായിരുന്നു. അപ്പോൾ ഇതിന് സാമുദായികമായ ഒരു ഛായ കൈവന്നു. പട്ടിക സമുദായക്കാരെ അവരുടെ കുടികിടപ്പിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന അഭിപ്രായം വന്നു. കേസ് തോറ്റവർക്ക് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയാൽ പോരെ, പിന്നെ അവർ ലഹളയും ഇൻകിലാബുമായിട്ട് നടക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നു. ഇതൊക്കെ കേവലം ചോദ്യങ്ങളല്ല, അതിൽ പല സാമുദായികവും സാമൂഹികമായ രഹസ്യങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ഏതായാലും പ്രബലമായ ഒരു വിഭാഗം കുടിയിറങ്ങി പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരായിരുന്നു. ആ നിയമം അനുസരിച്ച് തന്നെ എല്ലാം പോകണം എന്ന് നിർബന്ധമുള്ള ആളുകൾ ഇവർ തീർച്ചയായിട്ടും കുടിയൊഴിഞ്ഞ് പോകണം എന്ന അഭിപ്രായക്കാർ വരും. അപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ സഖാക്കന്മാരുടെ ഭരണമായിരുന്നു. സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പട്ടികജാതിക്കാരെ മുഴുവനും ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിയുക്തനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പട്ടികജാതി വകുപ്പ് മന്ത്രിയായിട്ട് ആദ്യം AK ബാലൻ, പിന്നീട് K രാധാകൃഷ്ണൻ, ഒടുവിൽ OR കേളു. ഇങ്ങനെ 3 മന്ത്രിമാരാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ചത്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കുന്നത്തുകാട് MLA ആയിരുന്നു മഹാനായ നമ്മുടെ PV ശ്രീനിജൻ ആയിരുന്നു. ഇവരെല്ലാവരും ഈ വിഷയത്തിൽ നിന്ന് പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനല്ലാതെ ഇത് ഒരിക്കലും പരിഹരിക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയില്ല. അവർ ചക്കരയ്ക്കും മുതുകളിലും ചെത്തുന്ന പഴയ സമ്പ്രദായം തന്നെയാണ് പയറ്റിക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഈ പട്ടികജാതിക്കാരെ കൂടെ നിർത്തി 10 വോട്ട് തട്ടിയെടുക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു താല്പര്യവും ഇവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ സുപ്രീം കോടതിയും പിന്നീട് ഹൈക്കോടതിയും നിർദ്ദേശിച്ച സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റതിൻ്റെ 3-ാം ദിവസം, അതും ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല, വീണ്ടും അഡ്വക്കേറ്റ് കമ്മീഷണറും പരിവാരങ്ങളും ഈ പട്ടികജാതിക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നു. അവർ തടഞ്ഞു. വലിയ ബഹളമായി. പോലീസ് ലാത്തി വീശി. പട്ടികജാതിക്കാരായ 2-3 പേർക്ക് പരിക്ക് പറ്റി. പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി. ഇതാ പട്ടികജാതിക്കാരെ സർക്കാർ ഇറക്കിവിടാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ഭയങ്കര മുറവിളിയായി. അപ്പോൾ അതിനു മുമ്പ് മുനിസിപ്പൽ കോടതി മുതൽക്ക് അല്ലെങ്കിൽ ലാൻഡ് ട്രൈബ്യൂണലിലോട്ട് സുപ്രീം കോടതി വരെ പോയ കഥകളൊന്നും പത്രങ്ങളും പറഞ്ഞില്ല, തൽപര കക്ഷികളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇങ്ങനെ എന്തൊക്കെയോ ചില വ്യവഹാരങ്ങളുണ്ടായിരുന്നു എന്ന് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞല്ലാതെ ഇത് ലാൻഡ് ട്രൈബ്യൂണൽ മുതൽക്ക് സുപ്രീം കോടതി വരെ പോയി പിന്നെ തിരിച്ചു വന്ന വ്യവഹാരമാണ് എന്നാരും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവരെ ഇറക്കിവിടാൻ പോകുന്നു. അപ്പോഴത്തേക്കും PV ശ്രീനിജൻ ഓടിയെത്തി. ഇതേ പാവപ്പെട്ട പട്ടികജാതിക്കാരൻ, ഞാൻ MLA അല്ലാണ്ടെന്ന് എൻ്റെ 4-ാം ദിവസം VP സജീന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും ചേർന്ന് ഇറക്കിവിടാൻ പോകുന്നേ, ഓടിവായു നാട്ടുകാർ എന്ന് പറഞ്ഞ് മുറവിളി. അപ്പോഴത്തേക്ക് CPMൻ്റെ സമുന്നത നേതാക്കന്മാരൊക്കെ എത്തി. സഖാവ് P രാജീവ്, അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം നിയമമന്ത്രിയായിരുന്ന ആൾ. പുള്ളി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ചുക്കും ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഇത് വഷളാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹവും രംഗത്ത് വന്നു. പിന്നെ ഇരിങ്ങാലക്കുടയിലെ നമ്മുടെ തോറ്റ മന്ത്രിയുണ്ട് സഖാവ് R ബിന്ദു ഉടനെ വന്ന് പൂക്കി മേനോൻ്റെ ഭരണമാണ് ഇവിടെ, ഇങ്ങനെ പട്ടികജാതിക്കാർക്ക് ഇനി രക്ഷയില്ല എന്നതിലുള്ള പ്രസംഗം നടത്തി. പക്ഷേ പട്ടികജാതിക്കാർക്ക് ഈ ബിന്ദുവിനേക്കാളും ശ്രീനിജനേക്കാളൊക്കെ കൂടുതൽ വിവരമുള്ളതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം കണ്ടില്ലല്ലോ, കഴിഞ്ഞ 10 കൊല്ലം എവിടെയായിരുന്നു സഖാക്കളെ, നിങ്ങളാരെയും പൊടി ഈ ഭാഗത്തേക്ക് കണ്ടില്ലോ എന്ന് പറഞ്ഞ് ഇവരെ അവിടെ നിന്ന് മടക്കി വിടുകയാണ് ചെയ്തത്. ഏതായാലും സതീശൻ സർക്കാർ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. മന്ത്രി റോജി M ജോണിനെ കുന്നത്തുകാട് MLA സ്ഥാനത്ത് തിരിച്ചെത്തിയ VP സജീന്ദ്രനെയും ആ ഉത്തരവാദിത്വം ഏറ്റു. പിന്നെ എറണാകുളം കളക്ടർ G പ്രിയങ്ക എന്ന് പറഞ്ഞ വളരെ ഊർജ്ജസ്വലയായ ഒരു യുവതിയാണ്. അവരെയും അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇവർ തൽപര കക്ഷികളുമായിട്ട് നിരന്തരമായി ചർച്ച ചെയ്തു. ചെറിയ ചർച്ചകളൊന്നും പ്രശ്നം തീരില്ല. ഇവർക്ക് വേറെ സ്ഥലം കൊടുക്കാം എന്ന് സർക്കാർ പറഞ്ഞു. അവർ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നെ കിട്ടണം, ഈ സ്ഥലവും ഈ വീടും വിട്ടു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പിടിയാലെ അവർ നിന്നു. ഒടുവിൽ
ആ മഞ്ഞുരുക്കി അവസാനം സംഗതി ഒത്തീർപ്പായി. ഈ പട്ടികജാതി കുടുംബങ്ങൾക്ക് 5 സെൻറ്റ് വീതം സ്ഥലം കൊടുക്കും. അവിടെ സർക്കാർ അവർക്ക് വേറെ വീട് പണിയിച്ചു കൊടുക്കും. ആ പുതിയ വീട്ടിലേക്ക് വഴി സൗകര്യവും ഏർപ്പെടുത്തി കൊടുക്കും. അങ്ങനെ പ്രശ്നം തീർന്നു. 58 കൊല്ലമായിട്ട് നീണ്ടു നിന്ന ഒരു സിവിൽ വ്യവഹാരത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ ഒത്തീർപ്പ് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഒരു കൊല്ലത്തിനകത്ത് ഇവർ അവിടെ നിന്ന് സകല വല്ല വീട് പണി പൂർത്തീകരിച്ച് അങ്ങോട്ട് മാറും. അതുവരെ ഇപ്പോഴത്തെ വീട്ടിൽ തന്നെ തുടരും. ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയതിന് നമ്മൾ റോജി എം ജോണിനെയും അതുപോലെ സജീന്ദ്രനെയും എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്കയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കാരണം സർക്കാരിൻ്റെ ജാഗ്രതയും കരുതലും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് തീർന്നത്. അല്ലെങ്കിൽ കോടതി വിധിയല്ലേ നടപ്പാക്കട്ടെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പീലാദോസിനെ പോലെ കൈ കഴുകാൻ പറ്റും. CPMകാർ മുതലെടുപ്പിന് ശ്രമിച്ചാൽ അതുപോലും ചിലവാകുമായിരുന്നില്ല. പക്ഷേ ഇതൊരു ഉത്തരവാദിത്തമായിട്ട് എടുത്ത് സർക്കാർ ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളിടത്താണ് ഇതിൻ്റെ വിജയം. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് ബൈബിളിൽ പറഞ്ഞ് ഈ റോജിയുടെയും മറ്റു കാര്യത്തിൽ വളരെ സത്യമായിട്ട് ഭവിച്ചു. ഏതായാലും റോജി എം ജോൺ വലത്തേക്കാലം വെച്ച് ഇറങ്ങിയ ആദ്യത്തെ പരിപാടിയാണ്. അതിൽ വലിയൊരു വിജയം നേടി എന്നുള്ളതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. തുടർന്നുള്ള പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് ഇതുപോലെ കാര്യങ്ങൾ സമരിയാക്കി തീർക്കാൻ കഴിയട്ടെ. 5 കൊല്ലവും മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതുപോലെ സജീന്ദ്രനും പട്ടികജാതിക്കാർക്ക് വേണ്ടി വാഗൊണ്ട് പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനും കഴിയും എന്ന് തെളിയിച്ച അദ്ദേഹത്തെയും അഭിനന്ദിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊർജ്ജസ്വലയായ കളക്ടറുണ്ട്. അവരും വളരെ സ്തുത്യർഹമായ പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇതിൽ നിരാശരായ ഒരു കൂട്ടരുണ്ട്, അത് നമ്മുടെ ശ്രീനിജനും സംഘവുമാണ്. അവരിനിയും നിരാശരായിരിക്കട്ടെ. അവരുടെ നിരാശ കാണുന്നതാണ് നമുക്കുള്ള ഒരേ ഒരു സന്തോഷം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.